മുംബൈനോട് അവസാനം ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. നമ്മുടെ മുംബൈ ഫുഡ് സീരീസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. പക്ഷെ അവസാനത്തെ ദിവസത്തെ ഈ ഒരു മാംഗോ ക്രീമും ടെൻഡർ കോക്കനട്ട് ക്രീമും ഒക്കെ കഴിച്ചപ്പോൾ മുംബൈയിൽ കുറച്ച് ദിവസം കൂടി സ്പെൻഡ് ചെയ്യാന്ന് തോന്നി. കാരണം അത്ര കില്ലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ മുംബൈ ഫുഡ് സീരീസിലെ അവസാനത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. നമ്മുടെ അവസാനത്തെ ദിവസം നമ്മുടെ ഫുഡിനായിരുന്നില്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, പർച്ചേസിംഗിനായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഫുൾ വെറൈറ്റി ഫുഡ് കഴിക്കാനായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ പർച്ചേസിംഗിനാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പോയത് മുംബൈയിൽ മസ്ജിദ് ബന്ദർ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അലി സ്ട്രീറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ ഒരു മാർക്കറ്റിന് പ്രത്യേകിച്ച് പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല, അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല പോണത്. നമ്മൾ അഞ്ചത് ഒരു കുഞ്ഞ് ടീ ഷോപ്പ് ഉണങ്ങുകയാണ്. അപ്പൊ അതിനായിട്ട് പ്ലേറ്റ് മേടിക്കാൻ നമ്മളൊരു മാർക്കറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇത് ഫുള്ള് പ്ലേറ്റ് കൊടുക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനൊക്കെ നമുക്ക് പല ടൈപ്പ് പ്ലേറ്റ് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പയ്യെ ഇങ്ങനെ വ്ലോഗ് ചെയ്ത് നടക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പ്ലേറ്റ് പാർസൽ മേടിച്ചിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് പോകണ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ പോയിട്ട് പ്ലേറ്റ് എങ്ങനത്തെ പ്ലേറ്റ് ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ മേടിക്കാറുണ്ട്. ഈ സെയിം സംഭവം പക്ഷെ നമുക്ക് നാട്ടിൽ നേരെ ഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളൊരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു മാർക്കറ്റ് ആണ്. റെസ്റ്റോറന്റ് ഓണേഴ്സിന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് നാട്ടിൽ കിട്ടാത്ത ഒരുപാട് നല്ല നല്ല കളക്ഷൻസും അതുപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെ നേരെ പകുതി പ്രൈസിന് നിങ്ങൾക്ക് ഇതുപോലത്തെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ കൊറിയറും ചെയ്തു തരുന്നതാണ്. അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ പോയത് ജാഫർ ബൈസ് ഡൽഹി ദർബാറിന്റെ ഏറ്റവും ആദ്യത്തെ ഔട്ട്ലെറ്റിലേക്കാണ്. അത് വേറെ എവിടെയല്ല, മുഹമ്മദ് അലി റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ തലേ ദിവസം നമ്മൾ ജോഗേശ്വരി വെസ്റ്റിലെ ജാഫർ ബൈസ് ഡൽഹി ദർബാറിന്റെ ബിരിയാണി മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളെടുത്ത് പറഞ്ഞ് ഇവർ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മളിവിടേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ബിരിയാണി ഇത്ര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ തലേ ദിവസം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല, ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ ഇവിടുത്തെ 65 കിഡ്രൻ ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന 65 എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ് ജാഫർ ബൈസ് ഡൽഹി ദർബാറിലെ 65 കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നാൽ 65 ഓർഡർ ചെയ്യാൻ മറക്കരുത്. മുംബൈയിൽ വന്ന് അന്ന് തൊട്ട് ഷെഹലും അംജദീബും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹാജി അലി ദർഗയിൽ പോകണം എന്നൊക്കെ. അപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച ഒരു ഫുഡ് സ്പോട്ടാണ്. ഹാജി അലി എന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഫലൂദൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. അതേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ വന്നപ്പോഴാണ് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാവരും ഹാജി അലി പോവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച അതിന്റെ ഉള്ളിൽ പോയിട്ട് ക്രീം കഴിക്കാനായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഹാജി അലി ദർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതിന്റെ ഉള്ളിലുള്ളത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഉള്ളിൽ പോയിട്ട് കണ്ടിട്ട് പോവാം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വേറെ ഒന്നുമല്ല, ഫ്രണ്ടിൽ തന്നെ 2 കള്ളന്മാരുണ്ട്. തൊപ്പിട്ടാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നും പറയും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാട്ടോ. കടലിലാണ് ഈ ഒരു സംഭവം ലൊക്കേറ്റ് ചെയ്യണത്. 2 സൈഡിലും കല്ലിട്ടിട്ട് നമുക്ക് നടക്കാനുള്ള ഒരു പാത്ത് വേ ഒക്കെ ഉണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരമാലൊക്കെ നമ്മളെ മേത്തേക്ക് തെറിക്കുന്നൊക്കെ ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഹാജി അലി എന്ന് പറയുന്ന ബോർഡ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഒരുപാട് എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ചിലത് മാത്രമായിരിക്കും ഒറിജിനൽ ഉള്ളൂ. കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ഹാജി അലിയുടെ ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഹാജി അലിയുടെ ഔട്ട്ലെറ്റ് വരുന്നത് നമ്മുടെ മുംബൈയിലാണ്. മുംബൈ ഹാജി അലി ദർഗയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും 2 ഐറ്റംസ് കഴിക്കാനായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. ഒന്നെങ്കിൽ ഇവിടുത്തെ ഫലൂദ, അല്ലെങ്കിൽ ഇവിടുത്തെ സീതാഫൽ ക്രീം, അല്ലെങ്കിൽ മാംഗോ ക്രീമും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇത് കഴിക്കാനുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉള്ളിലിരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുറത്ത് നിന്നിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആകെ 3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് ഇവിടുത്തെ മിക്സഡ് ഫ്രൂട്ട് ക്രീമും മാംഗോ ക്രീമും അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ക്രീമാണ്. അതിൽ ടെൻഡർ കോക്കനട്ട് ക്രീമും മാംഗോ ക്രീമും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിക്സഡ് ഫ്രൂട്ട് ക്രീം ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരേണ്ട കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5:30-6 മണിയാണ്. ആ ഒരു ടൈമിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ ദർഗയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. അതിനുശേഷം പയ്യെ നടന്നു വന്ന് ക്ഷീണിച്ച് ഇവിടുത്തെ ക്രീം ഒന്ന് കഴിക്കണം, വേറെ ലെവൽ ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവും ഫുഡിനായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ ഫുഡ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ട്രിപ്പ് പോകാറ്. പക്ഷെ മുംബൈ ഫുഡ് ട്രിപ്പിൽ നമുക്ക് ഫുഡ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഒന്നാണ് ട്രാവലിംഗ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ യൂബർ ആണ്. ഓൾമോസ്റ്റ് ഒരു 10,000 rupees ആണ് യൂബറിന് മാത്രമായിട്ട് നമുക്ക് എക്സ്പെൻസ്
വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഫുഡ് ട്രിപ്പ് പോകുമ്പോൾ തീർച്ചയായും വല്ല റെന്റേ കാർ എടുത്തിട്ട് ആ ഭാഗത്ത് കറങ്ങി ഇറങ്ങണമായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ മുംബൈക്ക് നല്ല സുഖമായിട്ടാണ് വന്നതെങ്കിലും തിരിച്ച് തൃശ്ശൂർക്കുള്ള യാത്ര അത്ര സുഖം ഉണ്ടായിരുന്നല്ല. വേറെ ഒന്നുമല്ല, നമ്മൾ തത്കാലമൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ലാസ്റ്റ് നമുക്കത് കിട്ടുകയും ചെയ്തില്ല. എന്നിട്ട് ഏതോ ഒരു ട്രെയിനിൽ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ടിക്കും പൈസ കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാനും സീറ്റ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഷോക്കായിരുന്നു. ഇടയിൽ ഗോവയിൽ ഇറങ്ങിയിട്ട് 2 ദിവസം ഗോവയിൽ നിന്നിട്ട് തിരിച്ചു പോയാലെന്ന് പോലും ആലോചിച്ച് പോയി. കാരണം അത്ര ഷോക യാത്രയായിരുന്നു. അപ്പൊ നമ്മുടെ മുംബൈ ഫുഡ് സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ മുംബൈക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 6 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല ഫുഡ് സ്പോട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് ശോകം ഫുഡ് സ്പോട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ മുംബൈ ഇപ്പോഴും ഫുള്ള് കണ്ടിട്ടില്ല. ഒരുപാട് ഫുഡ് സ്പോട്ടിൽ ഇനിയും പോകാനുണ്ട്. ഞാൻ ഇനി മുംബൈയിൽ വരുന്നതായിരിക്കും. ഞാൻ കവർ ചെയ്യാത്ത ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.